ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Okay, stand your ground. Emotional loss, positive movement forward, heart chakra, discontent and boredom, shadow, victory and success. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പല ഒരു മിസ്റ്ററീസ്, ഹൈഡിങ് എനർജീസ്, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. മാത്രമല്ല ഇതിനകത്ത് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ പല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസും കൂടി വരുമ്പോൾ അതിനകത്ത് കൂടുതൽ താളപ്പിഴകളുണ്ടാവും. എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് തടസ്സമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ തടസ്സമായിട്ട് വേറെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം ആ ഒരു നഷ്ടബോധം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം, ടെൻഷനിലൊക്കെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് അവരോടുള്ള താല്പര്യം കൊണ്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം കൊണ്ടും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോപ്പിലായിരിക്കും, ആ ഒരു പ്രതീക്ഷയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിങ്ങനെയാണെന്നുണ്ടെങ്കിലും നാളെ ശരിയാവുന്നുള്ളൊരു പാറ്റേണിൽ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിൽ പോകണമെന്നുണ്ടെങ്കിലും ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും വീണ്ടും നിങ്ങളുടെ പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് ഒരു ഡൗൺഫോളിലേക്ക് പോകുന്നു. അപ്പോൾ വളരെയധികം ഒരു കൺഫ്യൂഷൻ, കാര്യങ്ങൾ, മാനസിക ബുദ്ധിമുട്ട്, ആങ്സൈറ്റി, ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പാർട്ട്ണർ വളരെ ക്ലോസ് ആവുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ പണ്ട് വളരെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഹോണസ്റ്റായിട്ട് തുറന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവരൊരു നട്ട്ഷെല്ലിനകത്താണ്, അതവർ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ ആ ഒരു സേഫ് സോണിൽ നിന്ന് പുറത്ത് വരാൻ കൂട്ടാക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളെ ആയിരിക്കാം ചിലപ്പോൾ ഓവറായിട്ട് വിഷമിപ്പിക്കുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഒരുപാട് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കണം. അതായത് ചിലരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു രോഗമുണ്ട് എന്ന് സ്വയം തോന്നുന്ന രീതിയിൽ ഫിസിക്കലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ചിലർക്ക് അങ്ങനെയല്ല, ഭയങ്കരമായിട്ടുള്ളൊരു ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുക, അല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്റ് പെയിൻ തോന്നുക. ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ ഇഷ്യൂസും ഇതിനോടനുബന്ധിച്ചുണ്ടാവാം. ഒരുപക്ഷെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവാം എൻ്റെ മാനസിക നില ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ചിലർ അങ്ങനെയല്ല, അവർക്ക് നമ്മളിവിടെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഫിസിക്കലി മറ്റു പല കാര്യങ്ങളും കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഒറ്റപ്പെടൽ പലപ്പോഴും തോന്നുന്നുണ്ടാവും.
ഏത് സാഹചര്യമോ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടെൻഷൻ നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ടാവാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് വാല്യൂ ഇല്ല എന്ന് പലപ്പോഴും ഉണ്ടാകുന്നൊരു തോന്നൽ, ആ ഒരു മൈൻഡിന് സ്റ്റെബിലിറ്റി കിട്ടാതിരിക്കുന്നൊരവസ്ഥ, നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി വെച്ച് പല കാര്യങ്ങളും ഇന്നതുപോലെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതിന് കഴിയാത്തൊരു അവസ്ഥ. പലപ്പോഴും നമുക്ക് വാല്യൂ ഇല്ല എന്നുള്ളൊരു തോന്നലെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീമിന് പോലും ദോഷമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരോടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പോസിറ്റിവിറ്റിയിൽ ചിലപ്പോൾ സന്തോഷിക്കാൻ കഴിയാത്തൊരവസ്ഥ, കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒരു വശത്ത്, ഫിസിക്കൽ ഇഷ്യൂസ് ഒരു വശത്ത്, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ഒരു മൈൻഡ് ആൻഡ് ബോഡി രണ്ടും നമുക്ക് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെൻ്റൽ ഹെൽത്ത് പോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിലും നമ്മളിവിടെ കാണുന്നത് പോലെ എവിടെയൊക്കെയോ നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിത്തീരും എന്നുള്ള ആ ഒരു ഹോപ്പിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്കിടയിലുള്ള തടസ്സം. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകാൻ കഴിയാത്തത് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ ഒക്കെ ഉള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്യണം എന്നുള്ള ഒരുപാട് തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ പലപ്പോഴും മൈൻഡ് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓൺ ആൻഡ് ഓഫിലൊക്കെ വരുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇഷ്യൂസ് കൂടുതലായിരിക്കും. കാരണം ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, കുഴപ്പമില്ല എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും താളം തെറ്റുന്നു. വീണ്ടും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു എനർജി സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും വന്നിട്ടുള്ള ഒരു ടൈമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും മനസ്സിനകത്തൊരു തൃപ്തിയില്ല, ഒരുപാട് കാര്യങ്ങൾക്ക് സംശയമുണ്ട്, ഒരു ഭയമുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ടെൻഷൻ ഉണ്ടാവാം. ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു സിറ്റുവേഷന് മാറ്റം ഉണ്ടാവുമോ, എന്താണ് ഇനി ഇതിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നുള്ളത്. ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻസ്, Ace of Pentacles, Four of Pentacles, Seven of Swords, Three of Cups, Two of Cups, Ten of Swords, Two of Wands, the Wheel, Seven of Pentacles, Nine of Swords, Four of Wands. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ ഉൾവലിഞ്ഞ് പോകുന്നതായിട്ടുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി നമുക്കിവിടെ കാണാം. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് നമുക്ക് വളരെ കാര്യമായിട്ട് വരുന്നു. നമ്മളുടെ പേഴ്സണെ മിസ് ചെയ്യുന്നു. ഒരുപാട് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് വേണമെന്ന് തോന്നുന്നു. ആ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ പാർട്ട്ണറെ കാണണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ കാര്യങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം.
കുറച്ച് സ്ട്രോങ് ആയിട്ട് മനസ്സിനെ പിടിച്ച് നിർത്തിയിരിക്കുമ്പോഴും ഇങ്ങനെയുള്ളൊരു തോന്നൽ വരിക, പഴയ ഓർമ്മകൾ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു കാര്യം വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലവ് കാണുമ്പോഴായിരിക്കും നമുക്ക് നമ്മളുടെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരുപാട് തോന്നുന്ന, ഒരുപാട് സ്നേഹം തോന്നുന്ന, ഇനിയിപ്പോൾ പല തെറ്റുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ചു കൊടുക്കാൻ പോലും മാനസികാവസ്ഥ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെയുള്ള ഒരു എനർജി കാണാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് മറ്റുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒത്തുപോകാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷനോ വ്യക്തികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആൻഡ് കണക്ഷനിലേക്ക് വരും എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ ആ ഒരു പ്രിൻസ് ചാമിങ് എനർജി എന്നാണ് പറയുന്നത്. അപ്പം അതായത് നിങ്ങൾക്കൊരു ഓഫറായിട്ട് ഈ ഒരു പേഴ്സൺ വീണ്ടും വരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയേക്കാം ഈ ഒരു വ്യക്തി വളരെ കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ആ ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പിന്നെയും ഒരു സംശയവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും സ്റ്റെബിലിറ്റി കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ആയിപ്പോയാലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ ഒരു പേഴ്സൺ വന്നിരിക്കുന്നത്, സ്നേഹം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു എനർജീസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസാണ്. താല്പര്യമുണ്ട്, സ്നേഹമുണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചിന്തിച്ചിരിക്കുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും അവരതിനായിട്ട് ആക്ഷൻ എടുക്കും എന്നുള്ളതും നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സ്വാഭാവികമായിട്ടും ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, ഇപ്പോൾ ചിലപ്പോൾ പുറമെ പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിഞ്ഞാലും, മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, പെട്ടെന്ന് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വന്നു പോകുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല അങ്ങനെയുള്ളൊരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പലപ്പോഴും തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുമ്പോഴത്തേക്കും പല ഭാഗത്തു നിന്നും പ്രഷറും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവരൊരു സേഫ് സോണിനകത്ത് കയറി ഇരിക്കാൻ നോക്കുന്ന വ്യക്തികളും കൂടിയായിരിക്കും. അപ്പം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് എന്തൊക്കെ ഒരു കുറ്റം, കുറവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു നോ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു മാറി നിൽക്കുമ്പോൾ ഒരുപാട് കുറ്റം നിങ്ങൾക്ക് മനസ്സിനകത്ത് തോന്നുന്നു, ദേഷ്യം വരുന്നു, ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് കുറ്റം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഈ പേഴ്സൺ വന്ന് സ്നേഹത്തോടെ കുറച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതോടുകൂടി ഫ്ലാറ്റായി പോകും. കാരണം അവർക്ക് ആ ഒരു തരത്തിൽ നിങ്ങളോട് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾക്ക് അതായത് എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ ഇവരിപ്പോൾ പല കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അനാവശ്യമായിട്ട് കള്ളം പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനിയിപ്പോൾ നിങ്ങളത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ പറയുന്നത് അവർ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണെന്നുണ്ടെങ്കിലും വളരെ ഒരു സ്നേഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇവർക്ക് നിങ്ങളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരിവിടെ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു സ്നീക്കി കൈൻഡ് ഓഫ് എനർജിയാണ്. അതായത് വളരെ രഹസ്യമായിട്ട് വരുന്നു. ആ ഒരു തരത്തിലുള്ളൊരു എനർജി നമുക്ക്, അല്ലെങ്കിൽ കുറച്ചൊരു ഹൈഡിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാര്യം നമ്മളിവിടെ കാണുന്നത് പോലെ അവർക്ക് വളരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, നിങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ കഴിയാത്തൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ ഈ പറഞ്ഞൊരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ചില സമയത്ത് വരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോടെങ്കിലും ഉള്ള ഭയം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അവരറിയാതെയോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വളരെ ഹൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് വരുന്ന ഒരവസ്ഥയോ കാര്യങ്ങളോ ആയിരിക്കാം. അതായത് വളരെ ഓപ്പണായിട്ട് വളരെ ലൗഡായിട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളൊരു സ്നേഹക്കൂടൽ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വളരെയധികം ഇമോഷൻസ് കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നിങ്ങളെ മിസ് ചെയ്തിട്ട് ഒക്കെ ഓടി വരുന്ന ഒരു വ്യക്തിയായിരിക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് കൊണ്ട് വരുന്നതാണ്. എന്നാൽ അതിന് പകരമായിട്ട് ഇപ്പോൾ തേർഡ് പാർട്ടി റിമൂവ് ആകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തേർഡ് പാർട്ടി എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് വരുന്ന ഒരു പേഴ്സൺ അല്ല. നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളോടുള്ള ഒരു സ്നേഹവും താല്പര്യവും ആ ഒരു ഇൻറ്റൻഷനിലാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള ഒരു എനർജിയിലാണ് ഈ വ്യക്തി വരുന്നത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ ഈ ഓൺ ആൻഡ് ഓഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനാണ്. അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു പ്രസൻസ് അറിയിക്കാനായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് അവർ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ വരുന്ന സമയത്ത് ഇവർ ഒരുപാട് പ്രോമിസസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവാം. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരോടൊരു കംപ്ലീറ്റ് നോ പറയാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. കാരണം നിങ്ങൾക്ക് അത്രയും സ്നേഹമാണ് ഈ ഒരു വ്യക്തിയെ. ഇപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് വീണ്ടും റീകൺസിലേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഫോട്ടോസ് എടുത്തിടുന്ന ആൾക്കാരുണ്ട്, സ്റ്റേറ്റസ് ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞ് തടയുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ ആ ഒരു രഹസ്യ സ്വഭാവത്തിലാണ് ഈ ഒരു വ്യക്തി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെയോടുള്ള ഒരു ഭയം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അതവർ ലൗഡ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഫ്യൂച്ചർ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഈ ഒരു പേഴ്സൺ വരും എന്നാണ് കാണുന്നത്. എന്തൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അത് എൻഡ് ആയി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് തോന്നാൻ മാത്രമുള്ള അത്രയും ആ ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സൺ വരിക. പക്ഷെ ഇവിടെ നമ്മൾ നെക്സ്റ്റ് എനർജി നോക്കുമ്പോൾ തന്നെ ആ ഒരു വീലാണ് വന്നിട്ടുള്ളത്. വീൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഔട്ട്ലുക്ക് നമുക്ക് കാണാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ആ ഒരു സ്ട്രെങ്ത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കോൺഫിഡൻസോടു കൂടി ഈ ഒരു പേഴ്സൺ എന്നാൽ ലൈഫ് ലോങ് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളൊരു എനർജിയിൽ പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്ലോ പേസിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അവരത്രയും എനർജറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും വീണ്ടും ഇതിനകത്ത് ഒരു മെല്ലെപ്പോക്ക് വരുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ആ ഒരു വന്ന ആ ഒരു ഉഷാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ കുറച്ചൊരു മെൻ്റലി ഒക്കെ ഡൗൺ ആവാനുള്ള ഒരു സാഹചര്യവും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ ലെറ്റ്സ് യൂണിവേഴ്സ് ഡിസൈഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെയാണെന്നുള്ളത്. ചിലർക്ക് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ വിട്ടു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റീഡിങ്ങിനകത്ത് പറഞ്ഞതുപോലെ ഇവർ വന്ന് കുറച്ചൊരു വർത്താനം പറഞ്ഞ് ഒരു സ്നേഹം കാണിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെ ഉപേക്ഷിച്ച് പോകാനേ കഴിയില്ല. ഒരു നോ പറയാനായിട്ട് മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഏതായാലും ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു വ്യക്തിയോടൊരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെ അകറ്റി നിർത്തിയിട്ട് ഇനി എനിക്ക് ഈ പ്രശ്നമൊന്നും സഹിക്കാൻ വയ്യ. ഞാൻ എൻ്റെ വഴിക്ക് പോകണമെന്ന് പറഞ്ഞ് പോകാനായിട്ടുള്ളൊരു മനക്കെട്ടിയില്ലാത്തവരാണ് നിങ്ങൾ. ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 4 ഓഫ് വൺസ് ആണ്. വീണ്ടും ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി അല്ലെങ്കിൽ ആ ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേൺ ചിലപ്പോഴായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ഇവരുടെ ഒരു ക്യാരക്ടറും വെച്ചിട്ട് നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ വരാനായിട്ട് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ കാണുന്നത് പോലെ വീണ്ടും വരുന്നതും അതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടൊക്കെ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം വരുമ്പോൾ ഒന്ന് പമ്മിപ്പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ചിലവരങ്ങനെയുണ്ട്. വാക്സാമർത്ഥ്യമൊക്കെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ആക്ഷൻ എടുക്കേണ്ടി വരുന്ന സമയം വരുമ്പോഴത്തേക്കും അവർ പതിയെ പിന്മാറുക അല്ലെങ്കിൽ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് കോൺടാക്റ്റ് വരുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടീനെയൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആക്കിയിട്ട് വരണം എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലല്ല വരുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. റെസണേറ്റ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക സോഡിയക് സൈൻസും കയറി വന്നിട്ടുണ്ടെങ്കിൽ മേജർ ആർക്കാന എനർജീസ് കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം.
Okay, number 23, letter J, Cancer zodiac sign, പൂരം നക്ഷത്രം, പാലക്കാട്. letter M, letter T, മകയിര നക്ഷത്രം. number 22, രേവതി, Taurus zodiac sign. letter E, തിരുവാതിര നക്ഷത്രം. ഉത്രാടം. നമുക്ക് ഈ പ്രാവശ്യം ഡിസ്ട്രിക്റ്റ് കുറവാണ്, പകരം നക്ഷത്രങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഉത്രട്ടാതി നക്ഷത്രം ആൻഡ് letter Y, Aquarius zodiac sign. letter H, ആയില്യം നക്ഷത്രം. number 26, letter I, കാർത്തിക നക്ഷത്രം ആൻഡ് number 10. ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ക്ലെയിം ചെയ്യുക. മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ ആ ഒരു ഫിയർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.